ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ ആണ് കേട്ടോ. അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമുക്കിതിന് വേണ്ടുന്ന ഒരു പേസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നമുക്ക് ഒന്ന് റഫായിട്ട് നമുക്കരിയാം. ഇത് ചെറുതാക്കൊന്നും വേണ്ട, ഒരു റഫായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കാം. നമുക്കിത് മിക്സിക്കകത്തിട്ട് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് നമുക്കിതൊന്ന് റഫായിന്ന് ചോപ്പ് ചെയ്യാം. 2 ഒനിയൻ, വലിയ ഒനിയൻ ആണെങ്കിൽ 2 എണ്ണം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, 5-10 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി 1 കപ്പ് മല്ലിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. വലിയ സൈസൊന്നും നോക്കണ്ട, നമുക്ക് റഫായിട്ട് അതും നമുക്കൊന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ എണ്ണ, നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നരച്ചൊരു പേസ്റ്റാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1.5 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി മസാലകൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. കൂടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഈ മല്ലിയിലയുടെ പേസ്റ്റ് കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ ചട്നി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരു വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. അപ്പം തൈരൊക്കെ നല്ലതായിട്ട് നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടും. ഇതിപ്പോൾ എല്ലാം ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലെഗ് പീസും തൈപ്പാട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യുക. ഞാനിവിടെ എല്ലാം മിക്സായിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മസാലയിൽ നിന്ന്, തൈരിൻ്റെ മസാലയിൽ നിന്ന് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന മസാല നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ബേലീഫ്, 1 ഇഞ്ച് സിന്നമൺ സ്റ്റിക്ക്, 2 ഏലയ്ക്ക, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് മസാല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ്ചറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തൈരിൻ്റെ മിക്സ്ചർ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് ഒരുപാട് നമുക്ക് ഇതിനകത്തുനിന്ന് തെറിക്കും, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. കുറഞ്ഞ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതിന് മസാല നന്നായിട്ട് വേവിക്കണം. നമ്മളിതിനകത്തൊന്നും ഫ്രൈ ചെയ്തല്ലല്ലോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ മസാല വേവണം. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അല്പസമയം അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് നമുക്ക് ഈ മസാല നന്നായിട്ട് വേകാൻ അനുവദിക്കുക. നമുക്കിനി വേറൊരു സ്റ്റൗവിലേക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗ്രേവി മറ്റേ സ്റ്റൗവിലേക്ക് ഞാൻ മാറ്റി. ഇനി നമുക്ക് ഈ പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ഈ ചിക്കനൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പകുതി മുക്കാൽ വേവ് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുഴുവൻ വേവിക്കേണ്ട,
ഒരു പകുതി കൂടുതൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് എണ്ണയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേവിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഗ്രേവി ഇപ്പോൾ ഒരുവിധം വെന്ത് എല്ലാം മസാലയൊക്കെ നല്ലപോലെ വെന്തു. അതിനകത്തുനിന്ന് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി വേവാനുള്ളത് നമ്മൾ ഈ ഗ്രേവിയിൽ കിടന്ന് വേണം ഈ ചിക്കൻ വേവാനായിട്ട്. അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഉണ്ടല്ലോ, നെയ്യ് മുഴുവനും നമുക്ക് മസാലയെല്ലാം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കറിക്കകത്തേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നും വേസ്റ്റ് ആക്കണ്ട. എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നമുക്ക് ആവശ്യത്തിന് ചിക്കൻ കൂടെ വേവാനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി, നാന്, ഇതിനകത്തൊക്കെ പൊറോട്ട ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രേവി ആക്കുന്നുണ്ട്. ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല, ചിക്കൻ കറിയല്ല. ഇപ്പം നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പരുവാകുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തു. കുറച്ച് ഒരു ഗ്രേവി ആയിട്ടാണ്. ഇത് ഇപ്പോൾ ഇരുന്ന് കൂടും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴിത് ഓഫ് ചെയ്യുകയാണ്. ഞാനിവിടെ സെർവിങ് ബോളിലേക്ക് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഗ്രേവി അധികമില്ല. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാന് ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.